ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റുള്ള റോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് 1 കിലോ ചിക്കന് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ തൊലിയില്ലാത്ത ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തൊലിയോട് കൂടെ ചിക്കൻ കിട്ടുകയാണെങ്കിൽ അതെടുക്കാം, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഒരു പാത്രത്തേക്ക് 1 കപ്പ് പാലും 2 ടേബിൾ സ്പൂൺ സുർക്കയും കൂടെ ഒഴിച്ചെടുത്ത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് മൂടി വെച്ച് 10 മിനിറ്റ് മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള 1 സ്പൂൺ മുളക് പൊടിയും 1.5 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചിയിലിട്ട വെളുത്തുള്ളി മാത്രമായിട്ടോ ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ച ചിക്കൻ്റെ വലിയ കഷ്ണങ്ങളില്ലേ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ കൈകൊണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ അമർത്തി കൊടുക്കുക. പാലിൽ ചിക്കന് മുങ്ങി കിടക്കുന്ന രീതിയിൽ അമർത്തി കൊടുക്കുക. അപ്പോഴാണ് ചിക്കനിലേക്ക് ഉപ്പും എരിവൊക്കെ നല്ലോണം പിടിക്കുള്ളൂ. എന്നിട്ട് മൂടി വെച്ച് ഒരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. 5 മണിക്കൂറിന് ശേഷം ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും എരിവിന് ആവശ്യമായിട്ടുള്ള 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ 1/2 സ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഈ ഉപ്പും മുളക് പൊടിയൊക്കെ എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. 5 മണിക്കൂറിന് ശേഷം ചിക്കന് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് മസാലയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടാവും. ഇതൊന്നും കൂടെ കൈവച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി ചിക്കൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിച്ച കോൺഫ്ലവറും മൈദൻ്റെ മിക്സില്ലേ, അതിലേക്ക് ഇട്ടെടുത്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ പൊടി ഒന്ന് പിടിപ്പിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് തന്നെ പിടിപ്പിച്ചെടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് വേണം പിടിപ്പിച്ചെടുക്കാൻ. ഈ ചിക്കൻ്റെ കഷ്ണം മുട്ടൻ്റെ വെള്ളയിൽ നിന്ന് മുക്കിയെടുക്കുകയാണ്. അപ്പോൾ 2 മുട്ടൻ്റെ വെള്ളയിട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ നന്നായിട്ട് തന്നെ മുക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും ഈ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ അമർത്തി കൊടുത്ത് വേണം പൊടി പിടിപ്പിച്ചെടുക്കാൻ. നല്ല കട്ടിയിൽ തന്നെ പൊടി പിടിപ്പിച്ചെടുക്കണം. നല്ല കട്ടിയിൽ പൊടി നന്നായിട്ട് തന്നെ പിടിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് തന്നെ കുടഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കഷ്ണം ചിക്കനും കൂടെ എങ്ങനെ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഇത് പൊരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ എങ്ങനെ ചെയ്തെടുക്കാം. ഒന്നാകെ അങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് പൊരിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ കിട്ടൂല. അതുകൊണ്ടാണ് ഇത് ഓരോന്നായി പൊരിച്ചെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കണത്. ഇനി 2 കഷ്ണം ചിക്കനും പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. നല്ലോണം ചൂടായതിനു ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് പൊരിച്ചെടുക്കാൻ. തീ കൂട്ടി വെച്ചാൽ ഇതിൻ്റെ പുറംഭാഗം മാത്രം കരിഞ്ഞ് ഉൾഭാഗം ശരിക്കും വെന്ത് കിട്ടൂല. അപ്പോൾ കുറച്ച് സമയം എടുത്തുകൊണ്ട് വേണം അത് പൊരിച്ചെടുക്കാൻ. ഇത് തിരിച്ച് മറിച്ചിട്ടെടുത്ത് നല്ലോണം പൊരിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പം റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും. അസ്സലാമു അലൈക്കും.